അപ്പോൾ അടുത്ത സ്ഥലത്തേക്കാണ്. വയനാട്ടിലെ സുന്ദര ഭൂമി തടിയാണ് നമ്മുടെ യാത്ര. പുൽപ്പള്ളിക്കടുത്തുള്ള കോളറാട്ടുകുന്ന് മടാപ്പറമ്പാണ് നമ്മുടെ ലക്ഷ്യം. ഗ്രാമീണ കാഴ്ചകൾക്കൊപ്പം ഒരു അത്ഭുത മരവും അവിടെ ഉണ്ട് എന്നതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ആ വനഗ്രാമത്തിൻ്റെ ചന്തം തേടിയാണ് നമ്മുടെ സുർജിത്ത് അയ്യപ്പത്തിൻ്റെ ഇന്നത്തെ റൈഡ്. നോക്കാം. ഒരു യാത്രയാണ്. പുൽപ്പള്ളിയിലാണുള്ളത്. പുൽപ്പള്ളിയിൽ നിന്ന് 3.5 കിലോമീറ്റർ മാത്രം അകലെ ഒരു വനഗ്രാമമുണ്ട്. കോളറാട്ടുകുന്ന് മടാപ്പറമ്പ്. നെയ്ക്കുപ്പ വനമേഖലയുടെ ഭാഗമായ പ്രദേശമാണിത്. ഈ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം തേടിയുള്ള യാത്രയാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ നടത്തുന്നത്. നമ്മളിങ്ങനെ യാത്ര തുടരുമ്പോൾ കോളറാട്ടുകുന്ന് എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കേണ്ടതുണ്ട്. പുൽപ്പള്ളിയിലെ SN കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള KP സാജു അതേക്കുറിച്ച് പറയും. മടാപ്പറമ്പ് എന്ന് പറയുന്ന വനഗ്രാമത്തിലേക്കുള്ള പാതയാണിത്. ഒരു നൂറ്റാണ്ടുകളുടെ താമസം ഉണ്ട് അവിടെ മനുഷ്യന്മാർ. അതായത് 2-3 നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഉണ്ട്. പ്രധാനമായിട്ടും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ചെട്ടി, പണിയ, കുറുമ്പ, കാട്ടുനായിക്ക വിഭാഗത്തിൽപ്പെട്ടവരവിടെ ഉള്ളത്. പുൽപ്പള്ളിയിലെ സെറ്റിൽമെൻറ്റൊക്കെ ശക്തമാകുന്നതിന് മുമ്പ് തന്നെ ഈ മേഖലയിൽ ആളുതാമസമുണ്ട്. മാത്രമല്ല അതൊരു സഞ്ചാരപാതയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ആക്രമണ കാലഘട്ടത്തിലും പഴശ്ശിയുടെ പടയോട്ട കാലഘട്ടത്തിലും അതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെയൊക്കെ പടയോട്ടത്തിൽ മുത്തങ്ങയിൽ നിന്ന് ചെതലയത്ത് വന്ന് ഈ പറയുന്ന മടാപ്പറമ്പിലൂടെ കടന്ന് ആണ് അവർ തിരുനെല്ലി ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഈ മടാപ്പുറം എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ പടയോട്ട കാലഘട്ടത്തിൽ നശിപ്പിക്കപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഒരു പുതിയ വനപ്രദേശമാണ്. ആനയും കടുവയും മറ്റ് കാട്ടുമൃഗങ്ങളും ഒക്കെ വിഹരിക്കുന്ന ഈ സ്ഥലത്തൂടെ നിർഭയമായിട്ട് അന്നത്തെ കുട്ടികൾ സ്കൂളിൽ വന്ന് പഠിക്കുകയും അവരുടെ പഠനമൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തു. ഇന്ന് കാണുന്നത്ര ഈ വൈൽഡ് മാൻ അറ്റാക്ക് അങ്ങനെ അന്നില്ല, സംഘർഷമില്ല. കാരണം അവയ്ക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ കാട്ടിൽ തന്നെ ഉണ്ട്. നാട്ടിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമില്ല. കോളറാട്ടുകുന്നിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഒരു മരമാണ്, താന്നിയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മരം. ഈ മരത്തെ പൊത്തുതാന്നി എന്നാണ് ഈ നാട്ടുകാരൊക്കെ വിളിക്കുന്നത്. പിന്നെ ഈ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ വളരെ കൗതുകരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. വലിയൊരു വൃക്ഷം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതാണ്ട് ഒരു 3-4 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വൃക്ഷ മുത്തശ്ശി എന്ന് നമുക്ക് പറയാം. ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇതിനകത്ത് നേരെ ഒരു പൊത്താണ്, ആകാശം കാണാമെന്നാണ് പ്രത്യേകത. ഇതിനകത്ത് ഒരു 10 പേർക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കാം. മുകളിൽ ഇങ്ങനെ ആകാശം കാണാം, അതിൻ്റെ തൊട്ട് താഴെ പച്ച ഇലകളൊക്കെ കാണാം. ഈ മരം ഇപ്പോഴും ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. കാരണം ഇത് ഒരു തരത്തിലുള്ള കോട്ടവും ഇതിന് കാണാനില്ല, നല്ല തടി, വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ജനിച്ച ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങളുടെ നാട് ഇവിടെ തൊട്ടടുത്താണ്. അന്ന് മുതലുള്ള മരമുത്തശ്ശിയാണ്. ഞങ്ങളെല്ലാം മരമുത്തശ്ശി എന്ന് ആണ് വിളിക്കുന്നത്. നമ്മൾ 2 സിനിമ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഒരു സിനിമ, പിന്നെ അടുത്തടുത്ത് മമ്മൂട്ടീൻ്റെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കാറുണ്ട്. പിന്നെ നിറച്ച് വനം, തിക്ക് ഫോറസ്റ്റാണ്. ബൈക്ക് ഇതുവരെ മാത്രം. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. മുടിക്കോട് എന്ന് പറയുന്ന ഒരു ചെക്ക് ഡാം ഈ പ്രദേശത്തുണ്ട്. അതായത് വേനലിൽ പോലും പറ്റില്ല. വന്യമൃഗങ്ങളൊക്കെ വേനൽക്കാലത്ത് വെള്ളം കുടിക്കുന്നത് ഈ ഡാമിലാണെന്നാണ് ആളുകളൊക്കെ പറയുന്നത്. അതുവരെ നടക്കാൻ നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ, നടന്നു വരാം. അങ്ങനെ നടന്ന് മുടിക്കോട് ചെക്ക് ഡാമിൻ്റെ അടുത്തെത്തി. വനാതിർത്തിയാണ്. ഒരു ഭാഗത്ത് റിസോർട്ടുകളും മറ്റ് ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും നല്ല സുന്ദരമായൊരു ഭൂപ്രദേശമാണ്. പച്ച പുല്ല് നിറഞ്ഞ ഒരു മൈതാനം നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇവിടെ ജലാശയം. വേനൽക്കാലത്തൊക്കെ ഇവിടെ മൃഗങ്ങൾ ധാരാളം എത്താറുണ്ട് എന്നാണ് പറയുന്നത്. ആനയും മറ്റ് വന്യമൃഗങ്ങളും ഒക്കെ ഇവിടെ എത്തി ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി എത്താറുണ്ട്. ഇതങ്ങനെ വറ്റാറില്ല. ഈ ഡാം ഉള്ളത് കൊണ്ട് താഴെയുള്ള ആളുകൾക്കെല്ലാം തന്നെ പ്രയോജനകരമാണെന്നാണ് പറയുന്നത്. കാരണം വെള്ളമുണ്ട് എപ്പോഴും എന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. പലരും ചൂണ്ടയിടുന്നുണ്ട്. ഇത് പണ്ടൊരു പട്ടയുള്ള സ്ഥലമായിരുന്നു, ചെട്ടിയാരുടെ.
അവരിങ്ങനെ ഒരു പാറ്റി വെട്ടിക്കൊന്ന് ഇങ്ങനെ കേസൊക്കെ ആയി രണ്ടുപേരും പോയി. അവർ പിള്ളേരായിരുന്നു, പിള്ളേരില്ലാത്തതുകൊണ്ട് പോഷകാരെ കൈവശമാണ് മാത്രം. മൃഗങ്ങൾ മാനക്ക് രാത്രി ഇഷ്ടം പോലെ ഉണ്ട്, ഈ വയൽ നിറച്ചുണ്ടാവും രാത്രിയിൽ. പിന്നെ പന്നി, പിന്നെ രാത്രി കഴിഞ്ഞാൽ ആന പാല് രാവിലെ ഇങ്ങനെ വരെ കുറവാണ്, വൈകുന്നേരമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇതൊരു മനോഹരമായ കാട്ടുവഴിയാണ്. ചുറ്റിലും വനം, വനത്തിനിടയിലൂടെ ഇൻ്റർലോക്ക് ചെയ്തൊരു പാത. താഴെ ഒരു ജനവാസ കേന്ദ്രമുണ്ട്, അവിടേക്കാണ് നമ്മുടെ യാത്ര. സാധാരണഗതിയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു കാട്ടുവഴിയാണിത്. പലപ്പോഴും ആനയൊക്കെ എപ്പോഴും കാണാറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു കാഴ്ചയൊന്നും കണ്ടില്ല. എന്തായാലും ഇവിടുത്തെ ആളുകളുടെ ജീവിതം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ്. കാരണം എപ്പോഴും വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഒരു പ്രദേശമാണ് ഈ മേഖല. അങ്ങനെ ഞങ്ങൾ മടാപ്പറമ്പിലെത്തി. മടാപ്പറമ്പ് എന്നത് വനത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. കൃഷിയുണ്ട്. ഇവിടെ ഏതാനും കുടുംബങ്ങൾ മാത്രമാണ് താമസിക്കുന്നത്. പണിയ വിഭാഗത്തിൽപ്പെട്ട ഏതാനും കുടുംബങ്ങളും ഒപ്പം തന്നെ ചില ചെട്ടി കുടുംബങ്ങളും, വയനാടൻ ചെട്ടി സമുദായത്തിൽപ്പെടുന്ന കുടുംബങ്ങളുമാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടം വനഗ്രാമമാണ്. അതിനാൽ തന്നെ വനത്തിൻ്റേതായ മര്യാദകൾ പാലിച്ചു വേണം ഇവിടേക്കെത്താൻ. മടാപ്പറമ്പിനോട് വിട പറയുന്നു. വീണ്ടും കാണാം. സോബിൻ വൈഡ് മീഡിയ പകർത്തിയ ആകാശ ദൃശ്യങ്ങൾക്കും ക്യാമറമാൻ മനു ദാമോദരനുമൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. അയ്യോ, ഗംഭീര വിഷ്വലായിരുന്നു സുർജിത്, രക്ഷയില്ല. ആ സ്ഥലം, എന്താണ് പറയുക, വനഗ്രാമത്തിൻ്റെ ആ ഒരു എന്താ പറയുക ശാന്തതയും എല്ലാം ഫീൽ ചെയ്ത ഒരുപാട് വിഷ്വൽസ് കിട്ടിയത് ഗംഭീരമായിട്ട് ഷിയാബ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഗംഭീര സ്റ്റോറി ആയിരുന്നു. അവിടത്തേക്ക് പോകാൻ തോന്നി. പ്രത്യേകിച്ച് ആ പാതയിലൂടെ, വനപാതയിലൂടെ, ആ ഇൻ്റർലോക്ക് ഇട്ട റോഡിലൂടെ ഇങ്ങനെ യാത്ര പോകണമെന്ന് ഭയങ്കരമായിട്ട് കൊതിച്ചു. പിന്നെ ആ മരം, അത് ഗംഭീരമായൊരു ഷോട്ടായിരുന്നു, ആ ആകാശം കാണുന്ന മരം. അപ്പോൾ ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നത് നേരെ വിട്ടോ മടാപ്പറമ്പിലേക്കാണ്, വയനാട്. സുജിത്തിനെ വിളിച്ചാൽ മതി, കൃത്യമായ വിവരങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും.